55,000 പൊളിറ്റിക്കൽ മർഡർ നടത്തിയിട്ട ശിവദാസൻ സാറേ നിങ്ങളുടെ പാർട്ടി ബംഗാളിൽ കുത്തുപാള എടുത്തത്. ഞാനൊക്കെ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോ നിങ്ങളുടെ പാർട്ടിക്കാർ പ്രസംഗിക്കും, ബംഗാളിലേക്ക് നോക്കൂ, ബംഗാളിലേക്ക് നോക്കി ഞങ്ങള് എന്താ ഇപ്പൊ കാണുന്നതെന്നറിയോ? കോഴിമുട്ട വട്ടപൂജ്യം. RSS തീരുമാനിക്കുന്നത് മാത്രമേ, RSS ഇഷ്ടപ്പെടുന്നത് മാത്രമേ മറ്റുള്ളവർ പറയാവൂ എന്ന് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത്? ആയിക്കോട്ടെ, ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഓഹോ, ജനാധിപത്യ രാജ്യത്ത് റേവന്ത് റെഡ്ഡിയെ വിമർശിച്ചതിന് താങ്കളെ പോലെ 2 വനിതാ പത്രപ്രവർത്തകരെ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തല്ലോ. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ജനാധിപത്യത്തിന് എന്തു സംഭവിച്ചു? രേവന്ത് റെഡ്ഡി ചെയ്താലും പിണറായി വിജയൻ ചെയ്താലും നരേന്ദ്രമോദി ചെയ്താലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കൈകടത്തുന്നത് തെറ്റ് തന്നെയാണ്. അത് പറയുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. എന്തോ എങ്ങനെ ഞങ്ങൾ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ജനാധിപത്യപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചതാ. 51 വെട്ടാൻ പോയിട്ടില്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. 51 വെട്ടാൻ പോയിട്ടില്ല. കല്ലെടുത്തെറിയാൻ പോയിട്ടില്ല. പ്രതിഷേധം RSSൻ പ്രതിഷേധം. എന്താ തെറ്റ്? ചമ്മി രേവന്ത് റെഡ്ഡി ചെയ്തതിനെ പറ്റിയിട്ട് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനും വിഷമം കണ്ടില്ല. അതുകൊണ്ടാണ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. വെയിറ്റ്. മൂർഖൻ പാമ്പിന് വിഷമുണ്ട് എന്ന് നമ്മൾ കൂടുതൽ പറയേണ്ടുന്ന കാര്യമില്ല. അതുപോലെ RSS എന്ന് പറയുന്നത് ഇന്ത്യയിൽ വർഗീയതയുടെ ഏറ്റവും വലിയ പ്രചാരകരും പ്രയോക്താക്കളുമാണ്. എന്നിട്ട് RSSന്റെ വിഷപ്പല്ലുകൾ എത്രയെത്ര മനുഷ്യരെയാണ് ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് ശരി. RSSനെ ഇന്ത്യൻ താലിബാനികൾ എന്ന് വിളിച്ചാൽ അതാണ് ഇന്ന് അവർക്ക് നൽകാൻ പറ്റുന്ന ഒരു പരിധിവരെയെങ്കിലും ഉചിതമായിട്ടുള്ള പര്യായ പദമെന്ന് നമുക്ക് കാണേണ്ടി വരും. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. VP ശ്രീപത്മനാഭൻ, പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആശയപരമായ വിയോജിപ്പുകളെ ഇങ്ങനെ തെരുവിലെ പ്രതിഷേധങ്ങളിലൂടെ നേരിടുന്നതാണോ ശരിയായ രീതി? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. മുമ്പ് തന്നെ കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു വേദിയിൽ പ്രസംഗിച്ചപ്പോൾ അതിനോട് വിയോജിപ്പുണ്ടായിരുന്ന ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ചരിത്രകാരൻ അവിടെ വെച്ചതിനെ എതിർത്തപ്പോൾ അതിനെ വിമർശിച്ചവരാണ് നിങ്ങൾ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ. അയ്യോ, ഞങ്ങളെ കോൺഗ്രസുകാർ വിമർശിക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിഷമവുമില്ല. ഞങ്ങളെ കോൺഗ്രസുകാർ വിമർശിക്കുന്നതിലും ഇനി അധിക്ഷേപിക്കുന്നതിലും ഞങ്ങൾക്കൊരു വിഷമവുമില്ല. കാരണം എന്താ അറിയോ? എന്താ എന്റെ ഉദ്ദേശം? കോൺഗ്രസുകാർ ഞങ്ങൾക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളാൻ തുടങ്ങിയിട്ട് 11 കൊല്ലമായി. ഇവിടെ ഗാന്ധിജിയുടെ നാടിനെ പറ്റി, ഗാന്ധിജിയുടെ പ്രത്യയശാസ്ത്രത്തെ പറ്റിയൊക്കെ നൌഷാദ് അലി പറഞ്ഞല്ലോ. ഹേ നൌഷാദ് അലി, മഹാത്മാഗാന്ധിജിയുടെ നാട്ടിൽ ഗുജറാത്തിൽ കോൺഗ്രസിനെ അവർക്ക് വേണ്ടാതായിട്ട്, ആ വാക്കന്നെ ഞാൻ ഉപയോഗിക്കുന്നത്, വേണ്ടാതായിട്ട് 30 കൊല്ലമായി. 989 ശേഷം കോൺഗ്രസ് ഗുജറാത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല. അങ്ങനെ പറയരുത്. രാജ്കോട്ടിൽ, പോർബന്തറിൽ, അവിടെയാണല്ലോ മഹാത്മജി ജനിച്ചത്, ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല. ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങൾക്കിപ്പോ വട്ടപൂജ്യം നൽകി തുടങ്ങി അല്ലേ? ഡൽഹിയിൽ 6ാമത്തെ പൂജ്യം, ഹരിയാനയിൽ ഇന്നലെ 0. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്തുകൊണ്ടാണെന്നറിയോ? ജനങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായി. യു ഹാവ് ബീൻ എക്സ്പോസ്ഡ്. പിന്നെ ചൂടാണ്ട് AC ഇല്ല. അത് നിങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപിച്ചോളൂ, വിമർശിച്ചോളൂ. ഇനിയും ഒരു വിഷമവുമില്ല. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം? നീ രക്ഷപ്പെട്ടോ? ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറ. പക്ഷേ KPCCന്റെ വേദിയിൽ വെച്ച് നടത്ത്, അതല്ലേ അന്തസ്. പത്മനാഭൻ, അന്ന് നിങ്ങൾ പറഞ്ഞത് ഇർഫാൻ ഹബീബ് ചെയ്തത് തെറ്റാണ് എന്നാണ്. നിനക്ക് മതിയായില്ല. അതെ, ഇർഫാൻ ഹബീബ് ഇയാളെ തല്ലാൻ പോയില്ലേ? ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളെ ആക്രമിക്കാൻ പോയില്ലേ? നിങ്ങൾ കണ്ടില്ലേ? വീഡിയോ എന്റെ അടുത്തുണ്ട്, കാണിക്കണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതുപോലത്തെ
കോൺഗ്രസിന്റെ വേഷം വേണ്ടപ്പ കെട്ടുകയും വേണ്ടപ്പ നിഷ്പക്ഷമതിന്റെ വേഷവും കെട്ടുന്ന ഒരാൾ വന്നിട്ട് ഞങ്ങൾ ക്യാൻസറാന്ന് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കോ? അതാരായാലും ജനാധിപത്യപരമായ സംവാദത്തിലൂടെയാണ് അതിന് മറുപടി നൽകാൻ, അല്ലാതെ ആ വേദിയിലിരിക്കുന്ന ആളുടെ വഴി തടഞ്ഞിട്ടല്ല. ഭയങ്കരം തന്നെ. അല്ല, ക്യാൻസർ എന്ന് വിളിക്കും, ഞങ്ങൾ ക്യാൻസർ വരുത്തുന്നവരെന്ന് പറയുന്നത് ജനാധിപത്യ മര്യാദയാ? അങ്ങനെ ഒരു അഭിപ്രായം നിഷ്കണ്ട ഇപ്പൊ പറയണം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇത് ഈ പ്രതികരണം ശരി, പ്രതികരിച്ച രീതി ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇർഫാൻ ഹബീബ് ഖാനെതിരെ വേദിയിൽ പ്രതിഷേധിച്ചതിൽ എന്താണ് തെറ്റ്? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ആക്രമിക്കാൻ പോയതാ, ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളെ മെക്കട്ട് കയറാൻ പോയതാ, കണ്ടതല്ലേ വീഡിയോയില്? വഴി തടയുന്നത് ആക്രമിക്കലല്ലേ? ആക്രമിക്കാൻ പോകലല്ലേ? വളഞ്ഞു വെച്ച് വഴി തടയുന്നത് ആക്രമിക്കാൻ പോകലല്ലേ? ആ കൊട എന്താണ് നിന്റെ തലിക്കൊന്നും? അല്ല, പ്രോട്ടോകോൾ എന്തിനാ? എല്ലാരോടും ഒരേപോലെ പെരുമാറാൻ പറ്റുമോ? എന്തെന്നാ പറയുന്നത്? ഗവർണറോട് പെരുമാറുമ്പോൾ അതിന് മര്യാദ ഉണ്ട്. അയാൾ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളാ, ഹൈക്കോടതി ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജൊക്കെ. അതല്ല ഉദ്ദേശം. നിങ്ങൾ ഇർഫാൻ ഹബീബ് കേരളത്തിൽ ചെയ്തത് ഉത്തർപ്രദേശിൽ ചെയ്യോ? അയാളെ നാട്ടിൽ ചെയ്യോ? ജയിലിൽ പോയി കിടക്കും. ഇവിടുത്തെ പോലീസ് പിണറായി വിജയന്റെ പോലീസായണ്ട, യു പി ചെയ്താൽ ജയിലിൽ പോയി കിടക്കും. നിങ്ങളൊരു ഗവർണറുടെ അടുത്തേക്ക് കൈ ചൂണ്ടി ദേഷ്യത്തോടെ സംസാരിക്കാൻ പോയാൽ ഹൈക്കോടതി ജഡ്ജിന്റെ അടുത്ത്, സുപ്രീം കോടതി ജഡ്ജിന്റെ അടുത്ത്, ഗവർണറുടെ അടുത്ത്, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി ചെന്നാൽ നിങ്ങൾ ജയിലിൽ പോണ്ടി വരും. നിങ്ങൾക്ക് പ്രോട്ടോകോൾ അറിയില്ല. എന്തെന്നാ പറയുന്നത്? നിൽക്കട്ടെ, ഞാൻ ശിവദാസിന്റെ കാര്യം പറയട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശിവദാസിന് മറുപടി കൊടുത്തോട്ടെ. നിങ്ങൾക്ക് എന്താ വിഷമോ? ഇവൻ ശരിയല്ല. എന്താ പറഞ്ഞത്? ബിജെപിക്കാർ, RSSകാർ മാരിച്ചാബിയിലും സൈനിഭാരിയിലും കൂട്ടക്കൊല നടത്തി. എന്ത് പറ്റിയടാ? 55,000 പൊളിറ്റിക്കൽ മർഡർ നടത്തിയിട്ടാ ശിവദാസൻ സാറേ നിങ്ങളുടെ പാർട്ടി ബംഗാളിൽ കുത്തുപാള എടുത്തത്. കുത്തുപാള. എന്താ ഉറക്കം വരുന്നു? MLA ഉണ്ടോ? MP ഉണ്ടോ? കഷായത്തിന് കൂട്ടാൻ ആളുണ്ടോ? കൂട്ടക്കൊലകൾ 55,000 പൊളിറ്റിക്കൽ മർഡേഴ്സ് നിയമസഭയിൽ കൊടുത്ത ഉത്തര. ബുദ്ധദേവ് ഭട്ടാചാര്യ 55,000 പൊളിറ്റിക്കൽ മർഡേഴ്സ്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ട് കുത്തുപാള എടുത്തത്. ഞാനൊക്കെ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോ നിങ്ങളുടെ പാർട്ടിക്കാർ പ്രസംഗിക്കും, ബംഗാളിലേക്ക് നോക്കൂ, ബംഗാളിലേക്ക് നോക്കാൻ. നോക്കി ഞങ്ങള് എന്താ കാണുന്നതെന്നറിയോ? കോഴിമുട്ട വട്ടപൂജ്യം. നിങ്ങൾ ഇങ്ങനെ ആയത് ആളുകളെ കൊന്നിട്ടാ. നിങ്ങളെ ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കുത്തുപാള എടുത്തത്. സോവിയറ്റ് യൂണിയനിൽ, കിഴക്കൻ യൂറോപ്പിലൊക്കെ കുത്തുപാള എടുത്തത്. ശവത്തിൽ കുത്തല്ലേ ചക്രവർത്തി. കൂട്ടക്കൊല ചെയ്തിട്ടാ. ചൗഷസ്കിയും അതുപോലെ തന്നെ പോളണ്ടിലെയും ഹംഗറിയിലെയും ഒക്കെ നേതാക്കന്മാര് കൂട്ടക്കൊല ചെയ്തിട്ടാ. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. ചവിട്ടിക്കൂട്ടി പുറത്തിട്ടത് ജനങ്ങള്. കമ്മ്യൂണിസ്റ്റ് ഉള്ളവർക്ക് പ്രതിപക്ഷ നേതാവ് ഉണ്ടോ? ആരാ ചൈനയിലെ പ്രതിപക്ഷ നേതാവ്? ആരാ ക്യൂബയിലെ പ്രതിപക്ഷ നേതാവ്? പറ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആരാ ഉത്തര കൊറിയയിലെ കിങ് ഗോങ്? ഇത്രയും ചോദ്യങ്ങൾ താങ്കൾ ചോദിക്കാൻ താങ്കൾ പോകേണ്ട വരെ എത്തുകയും ചെയ്തു. ഞാൻ ശ്രീ ശിവദാസനിലേക്ക് പോകണം. ശ്രീ ശിവദാസൻ, അല്പം കൂടി വെള്ളം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും വസ്തുതകളുടെ അടിസ്ഥാനമില്ലാതെ നിരന്തരം ആക്ഷേപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. നിനക്ക് ഞാൻ